മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുഎഫ നേഷൻസ് ലീഗിൽ നടന്ന ആദ്യ സെമിഫൈനൽ മത്സരത്തെക്കുറിച്ചാണ്. പോർച്ചുഗൽ ജർമ്മനിയെ 2-1 പരാജയപ്പെടുത്തിക്കൊണ്ട് നേഷൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ നടക്കാൻ പോകുന്ന മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ ആ ഒരു ഫൈനലിലേക്ക് എത്താൻ വേണ്ടി ഒരു നല്ല കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു. ഇപ്പോൾ നൈഗൽസ്മാന്റെ ജർമ്മനിയിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരു യങ് അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു കോച്ച് എങ്ങനെ ജർമ്മൻ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മാത്രമാണ് ജർമ്മൻ ടീമെന്ന് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി ആ ഡിഫൻസും മിഡ്ഫീൽഡും ഒക്കെ തീരെ ക്ലിക്കായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഡിഫൻസിലേക്ക് വരുമ്പോൾ ടെർ സ്റ്റേഗൻ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നു. ബാക്ക് ത്രീയിൽ ഇവിടെ ജോനാഥൻ ഥ, അതുകൂടാതെ കോച്ച് ആൻഡ് ആന്റൺ തുടങ്ങിയ ബാക്ക് ത്രീ ആണ് ഇന്ന് ഫസ്റ്റ് 11 ഉണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ പിന്നെയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ കിമിച്ചിൻ്റെയും ഗോരസ്കയുടെയും പെർഫോമൻസ് എടുത്തു പറയണം. അതുകൂടാതെ പാവ്ലോവിച്ച് ഒരു പരിധി വരെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഫോർവേഡ് ലൈനപ്പിലേക്ക് വരുമ്പോൾ ഫ്ലോറിയൻ വിറ്റ്സ് ആണ് എനിക്ക് തോന്നുന്നത് ഇന്നൊരു നല്ല പെർഫോമൻസ് കൊണ്ടുവന്നത്. ലിറോയ് സാനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ 1-2 ചാൻസുകൾ ഗോറിസ്കക്ക് കിട്ടി. അപ്പോൾ പോസ്റ്റിന് പുറത്ത് നിന്ന് എടുത്തിട്ടുള്ള 2-3 ഷോട്ടുകളുണ്ട്. ഇപ്പൊ ഹൈലൻഡ് കളിക്കുന്ന സമയത്ത് നമുക്കറിയാം കൗണ്ടർ അറ്റാക്കിന്റെ ഒരു റിസ്ക് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കീ പോയിന്റിൽ വെച്ചിട്ട് ബോൾ മിസ്സാകാതിരിക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൗണ്ടർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിന് മുതലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റൊണാൾഡോ, പെഡ്രോ നെട്ടോ ഇവർ രണ്ടുപേരും ഒരു 2-3 പ്രാവശ്യം മിഡ്ഫീൽഡിൽ നിന്ന് ബോള് ഹൈ ആയിട്ട് തന്നെ റിക്കവർ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ സിമ്പിളായിട്ട് ഒരു കൗണ്ടർ അറ്റാക്കിങ്ങുള്ള മൊമെന്റ് ആയിരുന്നു. പെഡ്രോ നെറ്റോയുടെ സ്പീഡ് നമുക്കറിയാം. പുള്ളി നന്നായിട്ട് തന്നെ ലെഫ്റ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ട് ഈ ബോള് ഫൈനൽ തേർഡ് വരെ കൊണ്ടുപോയി. ആദ്യത്തെ ബോള് സ്കോർ ചെയ്ത് റൊണാൾഡോക്ക് കൊടുത്തു. റൊണാൾഡോക്ക് ഒരു 3ഓളം ചാൻസുകൾ ഇന്ന് ഫസ്റ്റ് ഹാഫിൽ സെറ്റപ്പിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് ആദ്യത്തെ ഷോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ടെർ സ്റ്റേഗൻ സേവ് ചെയ്തു. പിന്നീട് മറ്റൊരു ടാപ്പിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് കണക്ട് ചെയ്തില്ല. ഇങ്ങനെ 2-3 ചാൻസുകൾ പുള്ളി മിസ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് തോന്നിയത്. ഇവിടെ പെഡ്രോ നെറ്റോയുടെ ഒരു ഡയറക്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നു, അത് വൈഡായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ 3-4 കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പൊ പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡാണ്. ഇപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, റൂബൻ നെവാസ് ഉണ്ട്, ബെർണാഡോ സിൽവ. ഇവർ 3 പേരും വളരെ സോളിഡ് ആയിട്ട് ഒരു അറ്റാക്കിംഗ് വൈസ് മുമ്പോട്ട് പോയി ബോൾ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് തന്നെയാണ്. അത് മാത്രമല്ല വിറ്റീനിയൊക്കെ സബിനായിട്ട് പുറത്തിരിക്കുന്നുണ്ട്. അത്രയ്ക്കും ഓപ്ഷൻസ് പോർച്ചുഗലിന് ഈ ഒരു സ്ക്വാഡിൽ അവൈലബിൾ ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി നമുക്ക് പറയാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് പോർച്ചുഗലാണ്. പക്ഷേ 2 ടീമുകൾക്കും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. 0-0 എന്ന നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യത്തെ ഒരു 3 മിനിറ്റിൽ തന്നെ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് വരികയാണ്. ഇവിടെ കിമ്മിച്ചാണ് റൈറ്റ് വിങ്ങിലൂടെ വന്നിട്ട് ഈ ഒരു ബോൾ ഡെലിവർ ചെയ്യുന്നത്. പുള്ളി കറക്റ്റായിട്ട് ഒരു പാസ് പോസ്റ്റിലേക്ക് ഇടുന്നു. ഒരു ഫ്രീ ഹെഡർ ഫ്ലോറിയൻ വിറ്റ്സിന് കിട്ടുകയാണ്. യാതൊരു പേസും ഇല്ലാതെ കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് ഫ്ലോറിയൻ വിറ്റ്സ് അറ്റംപ്റ്റ് ചെയ്തത്. കോസ്റ്റക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പുള്ളി ചാടി നോക്കി, പക്ഷേ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് വിറ്റ്സിന്റെ തലയിലൂടെ വന്നത്. അങ്ങനെ 48-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ജർമ്മനി എത്തുകയും ചെയ്തു. ഈ സമയത്ത് വേണമെങ്കിൽ ജർമ്മനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് പോയി 1-2 ഗോളുകൾ കൂടെ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കുമായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു റോബർട്ടോ മാർട്ടിനസ് ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നുന്നു 100% വർക്കായി എന്ന് പറയണം. ഇവിടെ വിറ്റീഞ്ഞ മിഡ്ഫീൽഡിലേക്ക് വരുന്നു, കൊൺസേസോ റൈറ്റ് വിങ്ങിലേക്ക് വരുന്നു. കൊൺസേസോ വന്നതോടെ ശരിക്കും പറഞ്ഞാൽ ആ ടീമിന്റെ മൊമെന്റം കംപ്ലീറ്റ്ലി ഷിഫ്റ്റായി.
രണ്ട് കിടിലം ഓപ്പർച്യൂണിറ്റി കോൺസേസോയുടെ കാലിൽ നിന്ന് വന്നിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലുള്ള ഷോട്ടുകളാണ്. ആദ്യത്തെ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മൊമെന്റിന്റെ ആയിരുന്നു. റൈറ്റ് വിങ്ങിലൂടെ ഒരാളെ കട്ട് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നു. പിന്നീട് പുള്ളി കേർവ് ചെയ്തിട്ട് ഒരു ഷോട്ട് എടുക്കുന്നു. ഇവിടെ ടെസ്റ്റേക്കൻ ചാടിയൊക്കെ നോക്കി, പക്ഷെ ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ട് ഈ ബോൾ കേർവ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ കോർണറിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 1-1 പോർച്ചുഗൽ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് അധികം വൈകാതെ ലെഫ്റ്റ് വിങ്ങിലൂടെ മെൻഡിസിന്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് റണ്ണ് വരുന്നു. പുള്ളി ഈസി ആയിട്ട് ഒരു സ്ക്വയർ പാസ് റൊണാൾഡോക്ക് ഇട്ട് കൊടുക്കുന്നു. റൊണാൾഡോയുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇവിടെ എടുത്തു പറയണം. കാരണം പുള്ളി ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റണ്ണ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഡിഫൻസ് സേവ് ചെയ്യായിരുന്നു. പക്ഷേ ബ്രില്യൻറ്റ് റൺ, റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയേണ്ടി വരും. ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. റൊണാൾഡോ അത് സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഔട്ട് ഓഫ് നോവർ 2-1 പോർച്ചുഗൽ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് നാഗൽസ്മാന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പുള്ളിയുടെ സൈഡിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഇവിടെ അദിയമി ടീമിലേക്ക് വന്നു, ഫുൾക്കർഗ് വന്നു. പക്ഷെ അദിയമിയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ഷോട്ട് ശരിക്കും പോസ്റ്റിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയി പുറത്തേക്ക് പോയി എന്നല്ലാതെ കൂടുതൽ ചാൻസുകളൊന്നും സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു ജർമ്മനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫുൾക്കർഗും ബ്രൂണോക്കെ ആയിട്ട് ചെറിയ ഉന്തുന്നൊള്ളൊക്കെ ഉണ്ടായ ഒരു ഫൗളിന്റെ പേരിൽ അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ആണ് പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കറക്റ്റായിട്ട് കളി ചേഞ്ച് ചെയ്തപ്പോൾ നൈഗൽസ്മാന് ആ ഒരു ഇമ്പാക്റ്റ് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. 1-2 കിഡിലം സേവ് ഒക്കെ കോസ്റ്റയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. തിരിച്ച് ഒരു ഡബിൾ സേവ് ഒക്കെ ടെസ്റ്റേക്കിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-1 പോർച്ചുഗൽ വിജയിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കിഡിലം പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗലിന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.